ഹലോ മക്കളെ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ആരെങ്കിലും ആണോ ഈ വീഡിയോ കാണുന്നത്? 10ാം ക്ലാസ് കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് ഇനി ഏപ്രിൽ മാസം മെയ് മാസം ഒക്കെ അടിച്ച് പൊളിച്ച് നടക്കാമെന്നൊക്കെ എനിക്ക് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ അടിച്ചു പൊളിക്കേണ്ട കാലം തന്നെയാണിത്. കാരണം ഇനി അങ്ങോട്ടേക്കൊക്കെ കുറേ പഠിക്കാനുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളെ കാത്തിട്ട് വലിയൊരു അവസരം നിൽക്കുന്നുണ്ട്. അതായത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ. നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാനൊക്കെ ആഗ്രഹമുണ്ടോ? ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയോ? കാരണം പല കുട്ടികളും +1 +2 ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്താവണം അല്ലെങ്കിൽ ഞാനിനി എന്ത് കോഴ്സാണ് എടുക്കുക എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്. പക്ഷേ +1 +2 കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സമയം നിങ്ങളുടെ മുന്നിലുള്ളൂ. +2 കഴിഞ്ഞപാട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണം. ഇത് റിപ്പീറ്റ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്സ് കോളേജിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ അതായത് വേറെ കോഴ്സസ് ഒക്കെ ഉണ്ടാവും. പെട്ടെന്നായിരിക്കും നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത്. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല തന്നെ നമ്മുടെ പ്രൊഫഷനായിട്ട് എടുക്കണം. അതായത് പാഷനും പ്രൊഫഷനും സെയിം ആവുന്ന സമയത്ത് ഉള്ളിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുഞ്ഞു മക്കൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പ്രൊഫഷൻ എന്താവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം, ഭാവിയിൽ ആവാനാണ് ജെന്യൂനായിട്ട് മനസ്സിൽ തോന്നുന്ന ആഗ്രഹം. ഡോക്ടർ ആവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും? എല്ലാവരും ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെന്നല്ല ഞാൻ പറയുന്നത്. ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും ആഗ്രഹമുള്ള കുട്ടികളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും +2 കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വിചാരിക്കുക, ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകാമല്ലോ, +2 വരെ അങ്ങനെയൊന്നും പഠിക്കണ്ട, റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ നീറ്റ് എക്സാം പിടിച്ചിട്ട് അങ്ങനെ MBBS പഠിക്കാൻ പോവാം, അല്ലെങ്കിൽ അങ്ങനെ ജോലിയിലൊക്കെ നല്ല റാങ്ക് വാങ്ങിയിട്ട് IIT-യിലൊക്കെ അഡ്മിഷൻ കിട്ടാമെന്നൊക്കെ പലരും ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മുന്നിൽ വലിയൊരു അവസരമുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് +1 +2 ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബാച്ചസുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് കോച്ചിങ് തന്ന് +2 കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എഴുതുന്ന നീറ്റ് എക്സാം അല്ലെങ്കിൽ JEE എക്സാമിന് നല്ല റാങ്ക് കിട്ടി +2 കഴിഞ്ഞ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ NITസിലോ IITസിലോ അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിലോ അഡ്മിഷൻ നിങ്ങൾക്ക് നേടിത്തരും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. എനിക്ക് 19 ഇയർ ഓൾഡ് ആയ സമയത്താണ് അവിടെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിരുന്നു. ഞാൻ അവിടെ ഫസ്റ്റ് ഇയറിൽ എത്തുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 17 വയസ്സുള്ളൊരു ചെക്കനുണ്ടായിരുന്നു. അവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി 6ാം ക്ലാസ്സിൽ എല്ലാവരെയും 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പം അവന് 5 വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർത്തിരുന്നു. മാത്രമല്ല അവൻ +2 കഴിഞ്ഞപാട് തന്നെ നീറ്റ് എഴുതിയിട്ട് അവൻ MBBS സീറ്റും കിട്ടി. 17 വയസ്സിലാണ് അവൻ MBBS പഠിക്കാൻ വരുന്നത്. 5.5 വർഷമാണ് ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ളത്. 22 വയസ്സിൽ അവൻ ഡോക്ടറായിട്ട് പുറത്തിറങ്ങാണ്. അതായത് 21.5 മുതൽ ഹൗസ് സർജൻസി, 21.5 മുതൽ ശമ്പളം വാങ്ങിയിട്ട് 22 വയസ്സിൽ ഒരു സർട്ടിഫൈഡ് ഡോക്ടറായിട്ട് പുറത്തിറങ്ങാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? എത്രയും പെട്ടെന്ന് പഠിച്ചത് ജോലി വാങ്ങി ലൈഫിൽ സെറ്റിലായി. ഇപ്പം എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും കുറേ ട്രിപ്പ് പോകണം, കുറേ അടിച്ച് പൊളിക്കണം, അല്ലെങ്കിൽ ലൈഫിൽ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെന്തിനാണ് ഇങ്ങനെ ഡിലേ ആക്കി ലേറ്റ് ആക്കി പോകുന്നത്? മുന്നിൽ വലിയ വലിയ അവസരങ്ങളുണ്ട് ഉള്ളപ്പോൾ. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, മാക്സിമം എല്ലാവരും തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്, കാരണം ഞാനൊക്കെ കുറച്ചെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 തന്നെ വിത്ത് എൻട്രൻസ് കോച്ചിങ് പോയിട്ടുണ്ടെങ്കിൽ എനിക്കെന്നെ ഒരു വർഷം ലാഭിക്കുമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി നല്ലൊരു ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പോയിട്ട് ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എന്തായാലും അത്രയും എഫേർട്ട് നിങ്ങൾ ഇടുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ചാൻസിൽ തന്നെ ഒരു നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടണ രീതിക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ഞാൻ എടുത്ത് പറഞ്ഞു നല്ലൊരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്. ഇവിടെ ഞങ്ങൾ കൊയിലാണ്ടി ഡോക്ടർ JP's ക്ലാസ്സസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റഡ് ബാച്ചസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. IITസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് JEE എക്സാമിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ MBBS പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടും നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇവിടെ JPSന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ ഇവിടുത്തെ ഒരു മെൻറ്റർ ആയതുകൊണ്ടാണ്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഇപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് നീറ്റ് എക്സാം എഴുതി ക്രാക്ക് ചെയ്ത് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന
മെഡിക്കോസ് ആണ് നിങ്ങളെ മെന്റർ ചെയ്യാൻ പോകുന്നത്. സോ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഏതൊക്കെ വഴിയിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്, ഈ ഒരു ജേർണി എത്ര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ഹെൽപ്പും സപ്പോർട്ടും എന്തെങ്കിലും ഗൈഡൻസ് ഒക്കെ തരാനുണ്ടെങ്കിൽ എല്ലാം ഞങ്ങൾ തന്നിരിക്കും. ആൻഡ് ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികളുടെ പൾസറിഞ്ഞ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് JPSന്റെ ഏറ്റവും വലിയ പ്രത്യേകത. JPSൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ഡയറക്ടർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജിബിൻ സാർക്ക് എത്ര നിങ്ങളുടെ അടുത്ത് കമ്പനി ആയിട്ടാണ് സംസാരിക്കാൻ ഇവിടെ ജിബിൻ സാർ പഠിപ്പിച്ച കുട്ടിക്കൊക്കെ അറിയായിരിക്കും. അപ്പം പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ 3 വർഷങ്ങളായി തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള എൻട്രൻസ് കോച്ചിങ് സെൻ്ററാണ് ഡോക്ടർ JPS ക്ലാസ്സസ്. അതായത് ഇവിടെ ഒരു 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 50 അല്ലെങ്കിൽ 60 കുട്ടികൾക്ക് ഷുവറായിട്ടും MBBS സീറ്റ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് വാങ്ങിച്ചു കൊടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡോക്ടർ JPS ക്ലാസ്സസ്. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് വരാം. നിങ്ങളെ മെന്റർ ചെയ്യാൻ ഞങ്ങളുണ്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ ഇവിടുത്തെ പൾസറിന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് വിശ്വസ്തത തരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് 3 വർഷങ്ങളായി ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയ ചരിത്രവും ഞങ്ങൾക്കുണ്ട്. സോ വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നോളി, ഇന്നലെ ഞങ്ങൾ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കി തരാം.